അപ്പൊ നമ്മൾ കൊട്ടിയൂർ പോവാണ് കേട്ടാ. കഴിഞ്ഞ വട്ടം തിരുപ്പതിക്ക് പോകുമ്പോൾ ഇവർ എന്നെ കൂട്ടിയില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ കൊട്ടിയൂർ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായി. ഇതുവരെ ഞാൻ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ 6 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചപ്പാത്തിയും തക്കാളിക്കറി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഭഗവതി ബസ്സും നേരെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഞങ്ങൾ സീറ്റൊക്കെ ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി സീറ്റിലൊക്കെ ഇരുന്നു കേട്ടോ. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ വ്ളോഗ് ഇട്ട് തകർക്കും വെച്ചാൽ അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ടാന്ന്. അങ്ങനെ നമ്മൾ പകുതി എത്തിയപ്പോൾ അമ്മേനെ കൂട്ടി അമ്മയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് സൈഡ് സീറ്റൊക്കെ പിടിച്ച് പോവാണ് കേട്ടോ. പിന്നെ മാതിരി മഴയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ചപ്പാത്തിയും തക്കാളിക്കറിയും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുപ്പരിയാറൊക്കെ എത്താറായപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരുന്നില്ല, കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇനി എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ബസ്സിൽ മ്യാമൻ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മ്യാമൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ട് രാവിലെ 4 മണിക്ക് നമ്മൾ കൊട്ടിയൂർ എത്തി. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 2 വെയിറ്റ് ചെയ്യണേ.